ആഹ, നല്ല കിടിലോ സ്കിപ്പോർക്ക്. അന്ന് ഈ കഷ്ണമൊക്കെ കിടന്ന് തിളങ്ങണ കണ്ട എന്താ രസം. കൂടെ നല്ല അടിപൊളി കൂർക്ക. 1 കിലോ കൂർക്കയും 3.5 കിലോ പോർക്കുമാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ക്ഷമാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ 3.5 കിലോ പോർക്ക് അതിലേക്ക് തേക്കാനുള്ള മസാല, അതായത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ടൊരു ഫും അടി കഴിഞ്ഞപ്പോൾ സാധനം ഇങ്ങനെ. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മൂസ മിക്സിയിൽ നിന്ന് ആ സാധനം മൊത്തം വടിച്ച് നമ്മുടെ 3.5 കിലോ പോർക്കിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് കയറ്റാൻ തുടങ്ങി. ആഹാ, ആ ഇളക്ക് കാണാൻ തന്നെ എന്ത് സുഖം. അങ്ങനെ ഈ സാധനം തേച്ച് നമ്മളൊരു നോക്കിക്കൊണ്ടിരിക്കേണ്ട. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ കാലത്തെ തന്നെ വെളുപ്പിന് തന്നെ പോയി സെറ്റ് ചെയ്ത് തന്നാണ് നമുക്ക് ഈ സാധനം. നമ്മുടെ വരാപ്പുഴക്ക് പോണ വഴി കോട്ടുവള്ളിയിൽ നിന്ന് അവിടുത്തെ പോർക്ക് കടയിൽ പോയി ഒരു 3.5 കിലോ പോർക്ക് കിലോന് 350 രൂപയായിരുന്നു. അവനത് വാങ്ങിച്ച് കൊണ്ടുപോയി തന്നാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് അപ്പയും പോർക്കുമായിരുന്നേ വീട്ടിൽ രാത്രി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയതാണ് ഈ സാധനം. അങ്ങനെ അത് വെക്കാനായിട്ട് എൻ്റെ അനിയത്തി അമ്മൂസും അമ്മയും എൻ്റെ ഭാര്യയും കൂടിയാണ് ഈ പരിപാടികൾ മൊത്തം റെഡിയാക്കിയേക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആ പോർക്കിൽ ഈ കംപ്ലീറ്റ് മസാലയും തേച്ച് ഒരുവിധം ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി അങ്ങോട്ട് തൂവുകയാണ് കണ്ട. ആ മല്ലിപ്പൊടി തൂവി കഴിഞ്ഞിട്ട് അത് വെച്ചൊരു പിടുത്തമുണ്ട്. ഇങ്ങനെ പീച്ചി കൂട്ടി കണ്ട. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പോർക്കിൻ്റെ നെയ്യമ്മയും പീസുമ്മയൊക്കെ ആ മല്ലിപ്പൊടിയും അരച്ച മസാലയൊക്കെ പിടിച്ച് ഒരു സൈസ് ഒരു ഗ്രീനിഷ് കളർ അതിനകത്തോട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കി. അപ്പം മല്ലിപ്പൊടി ഒരു ഇത്തിരി കുറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പീച്ചി കൂട്ടി കംപ്ലീറ്റ് നമ്മ ആ ഗ്രീനിഷ് കളറിലോട്ട് കൊണ്ടുവന്നു. പിന്നെ പതുക്കെ ആ ഗ്രീനിഷ് കളറിൽ നിന്ന് മഞ്ഞ കളറിലോട്ട് മാറാനായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി അങ്ങോട്ട് തൂവുകയാണ് കണ്ട. പൂക്കളം ഇടണോട്ട് മഞ്ഞപ്പൊടി നമ്മ ആ പോർക്കിലേക്ക് തൂവുന്നു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മ അതിലേക്ക് അങ്ങോട്ട് ഇടും. വെളിച്ചെണ്ണ കുറച്ച് മതി, കാരണം ഈ പോർക്കിൻ്റെ നെയ്യ് ചൂടാവും തോറും ഇങ്ങനെ ഉരുകി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാൽ അത് അലമ്പായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ പഴയ കലാപാരി പരിപാടി തന്നെ നമ്മൾ പിന്നെയും അങ്ങോട്ട് തുടങ്ങണം. പിന്നെയും പീച്ചി കൂട്ടുന്നു. അങ്ങനെ പീച്ചി കൂട്ടി അതിനൊരു യെല്ലോ കളറിൻ്റെ ഒരു പ്രസൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അപ്പം കുറച്ച് ഉപ്പ് അങ്ങോട്ട് എടുത്തിടും കണ്ട. കുറച്ചൊന്നൊന്നുമല്ല, നമ്മൾ ഈ 3.5 കിലോന് നമുക്ക് എന്തോരം വേണം അത്രയും ഉപ്പ് നമ്മൾ അതിനകത്തേക്ക് ഇടും. പിന്നെയും പീച്ചി കൂട്ടും. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുകയാണ് സുഹൃത്തുക്കളെ. ഈ കറിവേപ്പില എന്തിനാണ് ശരിക്കും കറിയിൽ ഇടണതെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് ടേസ്റ്റ് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. പിന്നെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ 3.5 കിലോ പോർക്കിന് ഇത്രയും കറിവേപ്പില പോരാ, ഡെക്കറേഷന് വേണ്ടി കുറച്ചും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട്. എന്തോ ഇനിയാണ് നമ്മ മെയിൻ പരിപാടിയിലോട്ട് പോണം. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഉരുളി നോക്കി എടുത്തിട്ട് അടപ്പത്ത് തീയും കത്തിച്ച് സാധനം അങ്ങോട്ട് വെച്ച് എന്നിട്ട് അതിനകത്തേക്ക് നമ്മ ഈ പോർക്ക് അങ്ങോട്ട് നിക്ഷേപിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ ഉരുളി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തോട്ട് നമ്മ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കാരണം ഈ പറയണ പോർക്കിൻ്റെ കംപ്ലീറ്റ് നെയ്യും ചൂടായി കഴിയുമ്പോൾ ഉരുകും. പിന്നെ എന്തിനാണ് നമുക്ക് വെറുതെ വെളിച്ചെണ്ണ. അങ്ങനെ നമ്മ ഉള്ള പോർക്ക് ആ ഉരുളിയിലോട്ട് ഇട്ടിട്ടും നന്നായിട്ട് അങ്ങനെ ഇളക്കിയാണ്. അതിട്ട് ആ ഉരുളി ചൂടാകുമ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിടുമ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കും, എന്നും പറഞ്ഞു. എന്തു സുഖം, കേൾക്കാൻ തന്നെ ഒരു സുഖം. അങ്ങനെ ആ സംഭവം നമ്മ അതിനകത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മളതൊരു പാത്രം വെച്ച് അങ്ങോട്ട് മൂടണം. പിന്നെ നേരെ അടുക്കളയിൽ പോയി അടുക്കളയിൽ ആ ചീനച്ചട്ടിയും വെച്ച് അതിനകത്തേക്ക് നല്ല ചൂട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മ അപ്പം തന്നെ നമ്മുടെ മെയിൻ സാധനങ്ങൾ അങ്ങോട്ട് ഇടണം. അരിഞ്ഞ് വെച്ചിരുന്ന സവാള, ആ സവാള കംപ്ലീറ്റ് വടിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് ഇളക്കും.
ഒന്ന് ഇളക്കി 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 അങ്ങോട്ട് പോയി ബ്രൗൺ കളർ വന്നു കഴിയുമ്പോഴാണ് നമ്മ ഈ ഇളക്ക് നിർത്തുള്ളൂ. ഓക്കെ, ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി അതിനകത്തേക്ക് ഉപ്പിടുക എന്നുള്ളതാണ്. കണ്ടാ, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആ സവാളയിലേക്ക് ഇടുന്നു, പിന്നെയും ഇളക്കുന്നു. ഇളക്കാണ് മെയിൻ. നമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ റിസൾട്ട് നമുക്കെല്ലാം കഴിയുമ്പോൾ കിട്ടും. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ മെയിൻ ഐറ്റം കപ്പ. ആഹാ, 6 കിലോ കപ്പയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. വന്നോരൊക്കെ അങ്ങോട്ട് വയറ് ഇറച്ച് കഴിക്കട്ടേന്ന് കപ്പ വാങ്ങിച്ചരിഞ്ഞ് നമ്മൾ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഇടുക, അതിനകത്തേക്ക് കുറച്ച് ചൊറുക്ക് ഒഴിക്കുക, പിന്നെ ആവശ്യാനുസരണം മുളക് പൊടി ഇടാം. നമ്മ ഇവിടെ ഇട്ടേക്കണത് ജസ്റ്റ് ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ്. കണ്ടാ, അതിനുശേഷം നമ്മ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുകയാണ്. ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുന്നു. അതിനുശേഷം നമ്മ മല്ലിപ്പൊടി ഇടുകയാണ്. കണ്ടാ, മല്ലിപ്പൊടിയും ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സാധനം അടക്കുക. അതിനു മുമ്പ് ഒരിത്തിരി പെരിഞ്ചീരകം ഇട്ടേക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സാധനം അടക്കുന്നു, മിക്സിയിൽ വെക്കുന്നു, ഒരൊറ്റ കറക്ക്, ഫും ഫും. അത് കഴിഞ്ഞാൽ സാധനം നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ട, ഒറ്റ ലുക്കിൽ നമുക്ക് മറ്റേ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണെന്നേ തോന്നുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി പിന്നെയും ഒഴിക്കേണ്ട. കണ്ട, ഇതൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അടപ്പത്ത് വെച്ച സവാള ഒരു പരിവായി കിട്ടും. കണ്ട, നല്ല കാപ്പി കളറിൽ നമുക്ക് കിട്ടി. അതിനകത്തേക്ക് നമ്മ ഈ അടിച്ചു വെച്ച അരപ്പങ്ങടി ഇടാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇളക്കി 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 നമ്മ അതൊരു പരിവോക്കി അങ്ങോട്ട് എടുക്കും. അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ പോർക്കൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മ കഴുകി വെച്ച നമ്മുടെ കൂർക്ക അങ്ങാട് നിക്ഷേപിക്കുക. കണ്ട, ആവശ്യത്തിന് കൂർക്ക വാരി വാരി നമ്മ ഇടണം. ആവശ്യത്തിനല്ല, നമ്മ 1 കിലോ കൂർക്ക വാങ്ങിച്ചിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് നമ്മ ഇതിനകത്തേക്ക് ഇടണത്. കണ്ട, നല്ല ഫ്രഷ് കൂർക്കയിരുന്നു, കരുത്തലേന്ന് വഞ്ചണം. അത് നമ്മ നേരെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പതിവ് പോലെ ഇവിടെയും അങ്ങോട്ട് ഇളക്കാന്ന് വെച്ചാൽ ഇളക്കോടെ അങ്ങോട്ട് ഇളക്കുക. അങ്ങനെ കുറച്ച് നേരിട്ട് ഇളക്കി 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 ഒരു വരി നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ അടപ്പെടുത്ത് ഈ സാധനം അങ്ങോട്ട് മൂടുക. പിന്നെ കുറച്ച് നേരം ആ തീയൊന്ന് കൊണ്ട് സാധനം അങ്ങോട്ട് പഴുക്കട്ടെ. അപ്പോഴേക്കും മൂസ് അടുക്കളയിൽ നിന്നുണ്ടും നമ്മ അരച്ച് വെച്ച് സവാള എല്ലാം സെറ്റ് ചെയ്ത് നേരെ അങ്ങാട് നമ്മളെ കണ്ട നല്ലൊരു പരിവം, ഒരു കുഴമ്പെന്ന് പറയാൻ പറ്റൂല, നമ്മ ഒരു സെറ്റ് പരിവോക്കി എടുത്ത്. കണ്ട, അതങ്ങനെ നേരെ നമ്മുടെ ചൂടൻ പോർക്കിലേക്ക് അങ്ങോട്ട് കിട്ടിയത്. കൂർക്കയും അത്യാവശ്യം വെന്ത് തുടങ്ങി. നമ്മ അതിലേക്ക് ഈ സാധനം അങ്ങോട്ട് ഇട്ടിയാണ്. കണ്ട, കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എന്തോരം ഉണ്ടാവും. കണ്ട, നമ്മ അങ്ങടെ ഇളക്കിയാണ് ആ ചേരുവ, നമ്മുടെ മസാല ആ പോർക്കിൻ്റെ നാനാഭാഗത്തും നമ്മ എത്തിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നിന്ന് അങ്ങടെ ഇളക്കിയാണ്. ഒരു സൈഡിൽ മസാലയും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ അമ്മൂസ്, ഇപ്പുറത്തെ സൈഡിൽ പോർക്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അമ്മ. 2 പേരും മത്സരിച്ചുള്ള പണിയായിരുന്നു. അങ്ങനെ ഇളക്കി 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 അതും നമ്മ സൂപ്പറാക്കി എടുത്ത്. കണ്ട, ബാക്കി വന്ന മസാലയിലേക്ക് അതിൽ നിന്ന് ഒരിത്തിരി പോർക്കിട്ട് അതും നന്നായിട്ട് ഇളക്കി അതും വടിച്ച് നമ്മ ഇതിനകത്തോട്ട് ഇട്ട്. എന്നിട്ടും മസാല അതിൽ ബാക്കിയുണ്ടെന്നും പറഞ്ഞ ആ ചീനച്ചട്ടിയിലേക്ക് അമ്മ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം വഴി ആ ചീനച്ചട്ടി അങ്ങോട്ട് വടിച്ച്. എന്നിട്ട് ആ വന്നേക്കണ മസാല വെള്ളം നൈസായിട്ട് ഈ പോർക്കിലേക്ക് അങ്ങോട്ട് തളിച്ചെന്ന് പറയാൻ പറ്റൂല, കമത്തി. കണ്ട, അതുകൊണ്ട് അവിടെ തീർന്നില്ല. എന്നിട്ട് പിന്നെയും ഇളക്ക് തുടങ്ങി. ഇളക്കാണ് ഇതിന്റെ മെയിൻ. കണ്ട, അപ്പൊ അതിന്റെ കളറൊന്ന് നോക്കിയേ, കണ്ടിട്ട് തന്നെ വായന്ന് വെള്ളം വന്നി. കണ്ട, മൊത്തം ഒരു കാപ്പി കളറാവണ വരെ നമ്മിങ്ങാട് ഇളക്കും. ഇപ്പോഴേ നിലവിൽ നല്ല കാപ്പി കളറാണ്, എന്നാലും നമ്മ പിന്നെയും കൂടി അങ്ങോട്ട് ഇളക്കും. അപ്പോഴേക്കും നമ്മുടെ കപ്പ അവിടെ സെറ്റായി. ആഹാ, അതിലേക്ക് നമ്മ ഇത്തിരി പോർക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കുഴച്ചു കൂട്ടി ഒരച്ചടി അടിക്കണം മോനെ. അതെ, തിരക്കിന്റെ ഇടയിൽ കപ്പ വെക്കണ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നിങ്ങത് കാര്യം വെക്കണ്ട, ഇട്ട് ഇളവർക്കി ചാച്ചകള് കേസുകള്. കണ്ടാ, നമ്മതാ പോർക്കിൽ മുക്കിട്ട് ഞം